ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് അങ്ങനത്തെ ചെറിയൊരു കണ്ടന്റ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നത്. അപ്പൊ നമ്മളെ കമന്റ് ബോക്സിലൂടെ ചോദിച്ചൊരു ഒരു ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ട് ഇടാണ്. അപ്പൊ എൻ്റെ ഒരു അനുഭവമാണല്ലോ, അപ്പൊ ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും അത് ചിലപ്പോൾ കാണാൻ ചാൻസ് കുറവായിരിക്കല്ലോ. അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ എന്തായാലും തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ എന്തായാലും ഉപകാരപ്പെടും. പിന്നെ നമ്മളെക്കാൾ ഒരുപാട് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടുന്നവരുണ്ട്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു അനുഭവം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ നമ്മുടെ കമന്റ് ബോക്സിലൂടെ. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഒരു മുള്ളൻകോഴി ആയിരുന്നു കേട്ടോ. ഈ ഒരു കോഴിക്ക് ഞാൻ അന്ന് എടുത്തു വെച്ചൊരു വീഡിയോ കേട്ടോ, ഫോട്ടോ ആയിരുന്നു കേട്ടോ. അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല, അന്ന് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഒരു 3 വർഷം മുമ്പൊക്കെ എടുത്തു വെച്ച ഒരു ഫോട്ടോസ് ആട്ടത്. അപ്പൊ ഞാൻ തപ്പി പിടിച്ച് നമ്മുടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ, കണ്ണിന്റെ ചുറ്റും ഇതേപോലെയായിരുന്നു, ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ കോഴി വളർത്തലൊക്കെ തുടക്കക്കാർക്കൊക്കെ ഇതേപോലെയൊക്കെ വന്നാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, എന്താണ് ഏതാണ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇതേപോലെയായിരുന്നു ഈ ഒരു കോയിന്റെ കണ്ണ് കാണുന്നത് പോലെയായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഇതേപോലെ തേനീച്ചോ അങ്ങനെ എന്തെങ്കിലും കുത്തിയതായിരിക്കും എന്നാ വിചാരിച്ച്. അപ്പൊ അതിന്റെ സൈഡിൽ ഇങ്ങനെ നീര് വരിക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെന്നാട്ടോ വിചാരിച്ച ആദ്യം. പിന്നെ കുറെ ദിവസം ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ അത് തീറ്റ എടുക്കാതിരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ല ആക്റ്റീവ് ആയിരുന്നു, ഓടാനും ചാടാനും അതേപോലെ തീറ്റയൊക്കെ നന്നായിട്ട് എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ പിടിച്ചൊക്കെ നോക്കി, അപ്പൊ കണ്ണിന്റെ അവിടെ ചെറിയൊരു ഇതേപോലെ ഈ ലൈറ്റ് യെല്ലോ കളറിൽ ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ആയപ്പോൾ മെല്ലെ 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 ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തുടക്കത്തിൽ ഞങ്ങൾ വിചാരിച്ചത് കണ്ണിൽ എന്തെങ്കിലും കുത്തിയതോ അങ്ങനെ എന്തോ ആയിരിക്കും. പക്ഷെ ആൾക്ക് നല്ല ആക്റ്റീവ് ആയിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ കണ്ണിന്റെ ഒരു ഇത് പറ്റ മൂടാനുള്ളൊരു ഇതിങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ നമ്മൾ കോയിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോയിനെയും കൊണ്ട് പോയി അവിടുന്ന് ഡോക്ടറെ ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. പിന്നെ അവിടുന്ന് 2 മരുന്ന് പുറത്തേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊന്നും തന്നില്ല. പിന്നെ ബോറിക് ആസിഡിന്റെ ഒരു പൗഡർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ഇവിടെ വന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് വെള്ളത്തിൽ കലക്കിയിട്ട് കണ്ണിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു തുള്ളിമരുന്നും ഒരു ഓയിൽമെന്റും ആട്ടോ നമുക്ക് പുറത്തേക്ക് എഴുതിയത്, മെഡിക്കൽ ഷോപ്പിലേക്ക് എഴുതിയത്. പിന്നെ അത് രണ്ടും വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബോറിക് ആസിഡിന്റെ വെള്ളം കൊണ്ട് നമ്മൾ നന്നായിട്ട് കണ്ണിന്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് തുടച്ചിട്ട് നമ്മൾ കണ്ണിൽ മരുന്ന് ആദ്യം ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓയിൽമെന്റ് ആണ് തന്നത്. അത് ഞാൻ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം ഞാൻ തുടർച്ചയായിട്ട് നമ്മൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മളെ കോഴികൾക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു കണ്ണിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 2 കണ്ണിനും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ 2 കണ്ണിലും മരുന്നൊക്കെ ഉറ്റിച്ചു കൊടുത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷെ നമ്മൾ ആ ഒരു ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ആ ഒരു കണ്ണിന്റെ അവിടെ ആ ഒരു ലൈറ്റ് യെല്ലോ കളറിന്റെ അത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയായിരുന്നു കേട്ടോ, പുറത്തേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ മുമ്പേ അതിനെ പറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ അതൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ. അപ്പൊ അതൊരു എന്താ പറയാ ഒരു ദ്രാവകം ഒരു ഇതുപോലെ എന്താ പറയാ ഒരു ഇറച്ചി കഷ്ണമൊക്കെ പോലെ നമുക്ക് ഇങ്ങനെ തോണ്ടിയാലും നമുക്ക് അങ്ങനെ കിട്ടില്ല. എന്നാലും കണ്ണൊക്കെ അല്ല, നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡോക്ടർ നമ്മളെ അടുത്ത് അത് കണ്ണിൽ നിന്നിട്ടും എടുക്കണമെന്നോ അങ്ങനെയൊന്നും നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്നാണെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ആരോട് ചോദിക്കാം അങ്ങനത്തെ ഒരു സംശയം കാര്യങ്ങളൊന്നും ചോദിക്കാന്നുള്ള അങ്ങനത്തെ യാതൊരു ഇതില്ലായിരുന്നു. പിന്നെ ഞാൻ അന്ന് മരുന്നൊക്കെ ഉറ്റിച്ച് 2 ദിവസം കഴിഞ്ഞേരം 3-ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ഇതിന്റെ കണ്ണിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ ഇതേപോലെ ആദ്യം നമുക്ക് അങ്ങനെ ഷാർപ്പായിട്ടുള്ള അങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കോഴിത്തൂവലിന്റെ ഒരു തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കി. അപ്പൊ ഇളക്കി നോക്കിയപ്പോൾ ചെറിയൊരു ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കോഴിക്ക് അങ്ങനെ അസ്വസ്ഥത അങ്ങനെയൊന്നും കാണുന്നില്ല, അങ്ങനെ ബ്ലഡ് വരിക അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ എടുത്ത് മെല്ലെ എടുത്തപ്പോൾ മൊത്തത്തിൽ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൊത്തത്തിൽ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടിട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു തോന്നും. പക്ഷെ നമുക്ക് നമ്മളെ കോഴികളെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ വളർത്തുന്നത്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ അതിങ്ങനെ ഒരു ഇറച്ചി കഷ്ണം പെട്ടെന്ന് കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചാടുന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും.
അതേപോലെ ആയിരുന്നു കേട്ടോ. ഒരു കണ്ണിന്റെ ഉൾഭാഗത്തേക്ക് അത്രയും വലുപ്പത്തിലായിരുന്നു കേട്ടോ ആ ഒരു സംഭവം. അപ്പോൾ നമ്മൾ പോയി പിന്നെ ഒരു ചെറുതായിട്ട് സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ബ്ലഡ് വന്നല്ലാതെ വേറൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു ഓയിൽമെന്റും ആ ഒരു ഡ്രോപ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് ആള് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഉഷാറായി. അപ്പം നിങ്ങളുടെ കോഴിക്ക് ഇതേപോലെ കണ്ണ് സൂക്കേട് ഉണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ഡ്രോപ്സും അതേപോലെ ഓയിൽമെന്റും ഉണ്ട്. അതല്ലാന്ന് വെച്ചാൽ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് അവരെന്താണോ പറഞ്ഞത് അത് ചെയ്യാൻ നോക്കാം. വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊരു അന്നൊരു അനുഭവമായിട്ട്, എനിക്ക് അതിനുശേഷം നമ്മുടെ കോഴികൾക്ക് ഈ ഒരു എന്താ പറയുക ഇതുവരെ വന്നിട്ടില്ല. ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാട്ടോ ഒരു വട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു മുള്ളൻകോഴി ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മളെ അടുത്ത്, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് നമ്മൾ കണ്ണിൽ അങ്ങനെ ഒരു പൾപ്പ് പോലെ നമുക്കൊരു പൾപ്പിന്റെ ഒരു കളറിലാണ് കാണാൻ പറ്റുക, ലൈറ്റ് ഒരു യെല്ലോ കളറിലാണ് കാണാൻ പറ്റുക. അപ്പൊ നമ്മളത് എടുത്ത് കളയണം. നമ്മളിപ്പോൾ തുടക്കത്തിൽ എടുത്താൽ ചിലപ്പോൾ വരണ്ടാവില്ല. അത് കുറച്ച് ദിവസം, അത്ര ദിവസം അല്ല, കുറച്ച് ദിവസം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. നീണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്കത് കണ്ണിന്റെ ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് അത് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് അത് തോണ്ടി കളയന്നെ വേണം. അപ്പൊ നമുക്ക് കണ്ണിന്റെ ഉള്ളിൽ നിന്ന് തോണ്ടുമ്പോൾ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇന്ന് ഞെക്കി നോക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ എന്തായാലും കോഴിക്ക് ചെറിയൊരു വേദനയൊക്കെ എന്തായാലും ഉണ്ടാവും, അവർക്ക് പറയാനറിയില്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ മാക്സിമം അത് റിമൂവ് ചെയ്ത് കളയാൻ നോക്കാം. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് അങ്ങനെ റിമൂവ് ചെയ്ത് കളയാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി അവരെ കണ്ടപ്പം ഒരു 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 ബുദ്ധിമുട്ട് എനിക്ക് തോന്നി, അങ്ങനെയാട്ടെ ഞാൻ ചെയ്തത്. പക്ഷെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ കോഴിക്ക് അതിനാലൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കുറച്ച് മരുന്നൊക്കെ തുടക്കത്തിലേ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മരുന്നൊക്കെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തു നോക്കാം, പെട്ടെന്ന് മാറും. ഇതിപ്പോ എനിക്ക് അറിയാത്തത് കൊണ്ട് ഒരു തൽക്കാല നേരമായിപ്പോയി, കുറച്ച് അധികം ആയിപ്പോയി. പക്ഷെ നമ്മളെ കോഴിക്ക് ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു അസ്വസ്ഥത കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളെ കൂട്ടുകാർ കോഴി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളെ സ്ഥിരം കൂട്ടുകാരോട് നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.